അംബികൻ സെന്ററിന്റെയും TKC വടുതല ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ അനുസ്മരണ സമ്മേളനം ദലിത് ആക്ടിവിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായ CS മുരളി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് KPCC ജനറൽ സെക്രട്ടറിയായിരുന്ന EMS പിൽക്കാലത്ത് അയ്യൻകാളിയെ അറിയില്ല എന്ന് പറഞ്ഞത് എങ്ങനെ ന്യായീകരിക്കാനാകും? KS മുരളി ചോദിച്ചു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. ഡോക്ടർ BR അംബേദ്കറിന്റെ മഹാപരിനിർവാണ ദിനമായ ഡിസംബർ 6-ന് ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അംബികൻ സെന്ററിന്റെയും TKC വടുതല ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അനുസ്മരിച്ചു. മുതിർന്ന സാമൂഹിക പ്രവർത്തകൻ VP അയ്യപ്പൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രമുഖ ദലിത് ആക്ടിവിസ്റ്റ് CS മുരളി. ആ ഭാരതരത്നം അവാർഡ് കൊടുക്കുമ്പോഴും അംബേദ്കറെ അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സൈദ്ധാന്തികമായ യാതൊരു തരത്തിലുമുള്ള തയ്യാറെടുപ്പുകളും അവർ ഈ വിഷയത്തിൽ നടത്താത്തത് കൊണ്ട് ജാതി വ്യവസ്ഥക്കെതിരായി ബാബാസാഹബ് ഡോക്ടർ BR അംബേദ്കറുടെ മുൻകൈയിലും നേതൃത്വത്തിലും നടത്തിയിട്ടുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി സൈദ്ധാന്തികമായ അന്വേഷണങ്ങളെയോ പഠനങ്ങളെയോ സ്വാംശീകരിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല, തീരെ ഉണ്ടായില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ PKS ഒക്കെ ഉണ്ടായപ്പോൾ ഫ്ലെക്സിലൊക്കെ അംബേദ്കറുടെ അയ്യങ്കാളിയുടെ ഒക്കെ പടമുണ്ട്. ഇത് തന്നെയാണ് അയ്യങ്കാളുടെ കാര്യത്തിൽ അവർ സ്വീകരിച്ചത്. മലബാറിലുള്ള ആളായതുകൊണ്ട് കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതിയപ്പോൾ എനിക്ക് അയ്യങ്കാളിയെ കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ചിന്തയിൽ എഴുതിയതാ. എൻ്റെ ഇപ്പോഴും അതിൻ്റെയൊക്കെ രേഖകളുണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ല. ഞാൻ നാളെ വേണമെങ്കിലും അത് കേട്ട് വീണ്ടും വരാം. അപ്പോ 1.25 കോടി മലയാളികളിലില്ല, കേരളത്തിന്റെ ദേശീയ പ്രശ്നത്തിലില്ല, കേരളം മലയാളികളുടെ മാതൃഭൂമിയിലില്ല, ആരില്ല, അയ്യങ്കാളിയില്ല, ബാക്കി എല്ലാവരും ഉണ്ടോ? 1.25 കോടി മലയാളികൾ. അദ്ദേഹം ഈ ദേശീയ പ്രശ്നത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ 2ാം പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 17 ദേശീയതകളായി കാണുകയും ആ ദേശീയതകളുടെ സവിശേഷതകളെ കുറിച്ച് പുസ്തകം എഴുതാൻ തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരിയും അതുപോലെ തന്നെ മറ്റു സഹാക്കളും ഒക്കെ മറ്റ് എല്ലാ സ്റ്റേറ്റിനെ കുറിച്ച് എഴുതിയ കൂട്ടത്തിലാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതുന്നത്. അതിനകത്ത് അയ്യങ്കാളി ഇല്ല. അത് മാത്രമല്ല, അയ്യങ്കാളി ഇല്ല എന്ന് പറയുന്നത് KPCCയുടെ ഒരു കാലത്ത് സെക്രട്ടറി ആയിരുന്ന ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഗാന്ധി അയ്യങ്കാളിയെ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട്, ഇപ്പോൾ ഈ ആലുവയിൽ തന്നെ ഒരുപാട് KPCC സെക്രട്ടറിമാരുണ്ടാവും. അന്ന് ഒരേ ഒരു KPCC സെക്രട്ടറി ഉള്ളൂ, അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഇന്ന് ഓരോ ഗ്രൂപ്പിന്റെയും കെയറോപ്പിൽ, ഓരോ നേതാവിനും കെയറോപ്പിൽ KPCC സെക്രട്ടറിമാരുള്ള കാലം. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചരിത്രവിരുദ്ധമായിട്ട് പോലും, അതായത് നമ്പൂതിരി ചരിത്രം എഴുതുമ്പോ, നായർ ചരിത്രം എഴുതുമ്പോ പുലയനെ കാണുന്നില്ല. പുലയൻ ഇങ്ങനെ മണ്ണിൽ കിളയ്ക്കുകയാണല്ലോ. നമ്പൂതിരി മുകളിൽ നിന്ന് നോക്കുമ്പോ അവന്റെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ദിഷണാപരമായ ശേഷി ഇവർക്കില്ല എന്നാണ് കരുതുന്നത്. ഡോക്ടർ ഉത്തമൻ, KD വിശ്വംഭരൻ, രഘു ഉത്തമൻ, അംബുജൻ സെന്റർ ചെയർമാൻ അംബികൻ, PRD ഡെപ്യൂട്ടി ഡയറക്ടറും മീഡിയ അക്കാദമി സെക്രട്ടറിയുമായിരുന്ന ചന്ദ്രകാസൻ വടുതല, രഘുവരൻ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മാതൃദേശം.